ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ള ഒരു കൊറോള അൾട്ടിസ് ആണ്. ഇതിൻ്റെ ഡാഷ്ബോർഡ് റീപ്ലേസ് ചെയ്യാനാണ് വന്നത്. ഡാഷ്ബോർഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണുള്ളത്. ഇത് അൾട്ടിസുകൾക്കൊക്കെ പൊതുവേ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, ഈ ഡാഷ്ബോർഡ് കംപ്ലൈൻ്റ് ആവുക എന്നുള്ളത്. അതൊന്ന് റീപ്ലേസ് ചെയ്യാനാണ് വന്നത്. ഡാഷ്ബോർഡ് കംപ്ലീറ്റ് അയച്ചിട്ട് അതിൻ്റെ മേത്തിൽ നമ്മൾ റെക്സിനാണ് റാപ്പ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഡാഷ്ബോർഡ് കംപ്ലീറ്റ് അയച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ഒരു അവസ്ഥ വരുന്നത്. കംപ്ലീറ്റ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവാണ്. നമ്മൾ തൊടുന്നതനുസരിച്ച് ഇളകി ഇങ്ങനെ പോരുന്നുണ്ട്. അപ്പോൾ അതിൽ റെക്സിനൊക്കെ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി റെക്സിനാണ് നമ്മൾ ഇതിൽ ഒട്ടിക്കുന്നത്. ഇത് ഒട്ടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ എയറൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ റെക്സിൻ നല്ലപോലെ ഒട്ടൂല. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ഡാഷ്ബോർഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ റെക്സിനൊക്കെ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മളത് തിരിച്ച് കയറ്റിക്കിന്. അപ്പോൾ അതിൻ്റെ ഓരോരോ പാർട്സ് നമ്മൾ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്, എ സി വെൻ്റൊക്കെ. അപ്പോൾ അതാ മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ചെയ്ത്. ഇപ്പോൾ ആ ഇൻറ്റീരിയർ മൊത്തം പ്രീമിയം ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തത്. പഴയ ആ ലുക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഷോറൂം കണ്ടീഷൻ ലുക്കിലേക്ക് വന്നിട്ട് ഇപ്പോൾ എല്ലാ എഡ്ജും നമ്മൾ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ടൈപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ഫിറ്റിലാണ് ചെയ്തത്. അതിൻ്റെ പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബീറ്റ് ഓട്ടോമോട്ടീവായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ അൾട്ടിസുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.